ഹായ് എവരിവൺ, വെൽക്കം ടു ഹയാസ് വേൾഡ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ മാത്രമാണ് നമ്മുടെ ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കപ്പലണ്ടി മിഠായി അഥവാ കടലമിഠായി എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് കടലമിഠായി വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിലേക്ക് നമുക്ക് 1.5 കപ്പ് കടലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇതുണ്ടാക്കാൻ പറ്റും. 3 ശർക്കരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഏകദേശം 3 ഈ അളവിലുള്ള ചെറിയ കട്ടകളാണെങ്കിൽ ഈ അളവിൽ 3 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് കടലമിഠായി കഴിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ തോന്നുന്ന ടൈമിൽ നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കടല നന്നായിട്ടൊന്ന് വറുക്കണം. വറുത്തതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം അതിൻ്റെ തൊലികളൊക്കെ ഒന്ന് മാറ്റി ഇതേപോലെ പകുതിയായിട്ടുള്ള രീതിയിൽ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഷ്ണങ്ങളാക്കി മാറ്റുക. നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടി വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഇന്നത്തെ കടലമിഠായി ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾക്കിത് ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വളരെ വലിയ ക്വാണ്ടിറ്റിയിൽ നമുക്കിത് ഉണ്ടാക്കാൻ കഴിയും. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ശർക്കരകൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാകുമ്പോൾ പെട്ടെന്ന് മെൽറ്റാവും എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ശർക്കര ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് കട്ടാവുന്ന രീതിയിലാവുമ്പോൾ നമ്മുടെ കടല നമ്മൾ അതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ കടല അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആവാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം ഒരു സാധാ പ്ലാസ്റ്റിക് കവറിൽ അല്ല എന്നുണ്ടെങ്കിൽ ടേബിൾ ടോപ്പിലാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ എണ്ണ തൂവിയതിന് ശേഷം നമ്മുടെ കടല അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നന്നായിട്ട് നല്ലൊരു ചൂടുണ്ടാകുമ്പോൾ ജസ്റ്റ് നന്നായിട്ട് നമ്മുടെ പ്രസ് ചെയ്യുന്ന എന്തെങ്കിലും ഉപയോഗിച്ചോ അല്ല എന്നുണ്ടെങ്കിൽ കൈ ഉപയോഗിച്ചോ പതുക്കൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നല്ല ഷേപ്പിലാക്കി കൊടുക്കണം. നന്നായി പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ശർക്കര കൃത്യം എല്ലാ അളവിലും എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് വരുള്ളൂ. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നല്ല ഷേപ്പിലാക്കിയെടുക്കുക. ഏകദേശം നമ്മുടെ സൈഡ് ഭാഗമൊക്കെ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടലമിഠായിയുടെ 3/4 സ്റ്റെപ്പും കഴിഞ്ഞിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രീതിയാണിത്. നന്നായിട്ട് പ്രസ് ചെയ്യണമെങ്കിൽ മാത്രമേ നമ്മുടെ ശർക്കര എല്ലാ ഭാഗത്തേക്കും ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ താഴത്തെ തട്ടിൽ മാത്രമായിട്ട് ശർക്കര നിൽക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. നമ്മുടെ കടലകൾ പൊന്തി നിൽക്കുന്നതൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. നമ്മുടെ കടലമിഠായിൽ ഏകദേശം ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ കടലമിഠായി നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അതോടൊപ്പം നമുക്ക് വേറൊരു ടിപ്പ് കൂടിയുണ്ട്. ഈ കടലമിഠായിയുടെ ശർക്കര ഒരുക്കുന്ന ടൈമിൽ നമ്മളൊരു ബോട്ടിലിൽ വെള്ളം കുറച്ച് ഒരു 1/4 കപ്പ് വെള്ളത്തിലേക്ക് നമ്മുടെ ശർക്കര ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബോളാക്കാൻ കഴിയുന്ന രീതിയിലാവുമ്പോൾ നമുക്ക് കടല ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുക. ബോൾസ് നല്ല പെർഫെക്റ്റായിട്ട് നല്ല റൗണ്ടിൽ അത്യാവശ്യം കട്ടിയിൽ നമുക്ക് കിട്ടുന്ന ടൈമിൽ നമുക്ക് ഇത് കടല ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതാണ് കൃത്യമായിട്ടുള്ള അളവ്. നമുക്ക് ഇതിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് മിസ്സായതാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ പിന്നെ കടലമിഠായി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ 1/2 hour നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴാണ് നമ്മുടെ കടലമിഠായി റെഡി ആവുകയുള്ളൂ. അതിന് മുൻപായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ കട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് നല്ല പാടാവും. അത്യാവശ്യം ഉറപ്പാവുമ്പോൾ നമുക്ക് നമ്മുടെ കൃത്യ അളവിൽ ആകൃതിയിലൊന്നും കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. നമ്മുടെ കടലമിഠായി വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രീതിയിലാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നല്ല വൃത്തിയിൽ നമ്മൾ ആകൃതിയിൽ ഏകദേശം ഒരു അളവിൽ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്.
നമ്മുടെ പീസസ് നല്ല പെർഫെക്റ്റ് രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്നത് വെച്ചാൽ ഏകദേശം ഒരു ഡിസ്റ്റൻസിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ അത് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കത്തിയിലൊക്കെ പെട്ടെന്ന് പിടിക്കുന്നതാണ്, പക്ഷേ എങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ റെസ്റ്റ് ചെയ്തുമ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രസ് ചെയ്യുന്ന എന്തെങ്കിലും കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. നന്നായി പ്രസ് ചെയ്താൽ മാത്രമാണ് ശർക്കര നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കും എത്തുകയുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു സ്ക്വയർ ടൈപ്പിൽ ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കാം. ഏകദേശം നമ്മൾ കഴിക്കുന്ന അളവിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് എണ്ണ തൂവിയിട്ടുണ്ട് നമ്മുടെ പ്ലാസ്റ്റിക് കവറിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഒട്ടിപ്പിടിക്കാതെ കടലമിഠായി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ എവിടെ ചെയ്യുന്നതെങ്കിലും അവിടെ നന്നായിട്ടൊന്ന് എണ്ണ പുരട്ടിയതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ലാണ്ട് വളരെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാണ്ടൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് കടലമിഠായി വീട്ടിലുണ്ടാക്കാം. വളരെ പെട്ടെന്ന് ഒരു ഇൻഗ്രീഡിയൻസ്, ആകെ 2 ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ പെട്ടെന്ന് നമുക്ക് സ്വാദിഷ്ടമായ കടലമിഠായി വീട്ടിലുണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹയാസ് വേൾഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വാച്ചിങ് അവർ ചാനൽ.